നമസ്തേ എവരി വൺ. നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ ലാസ്റ്റ് പോസ്റ്ററാണ് ഞാനിവിടെ ചെയ്തത്. ഇവിടെ നമ്മൾ ഒരുപാട് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സർവീസ് വേണ്ട ആൾക്കാർ ലൈഫ് ലൈനിൽ തീർച്ചയായിട്ടും ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ച തോറും 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് വേണ്ട ആൾക്കാർ നമ്മൾ ഒന്നിപ്പിക്കുന്നുണ്ടാവും. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ് ഓഫർ ആൻ അസറ്റ് മാനേജ്മെൻറ്റ് ഒരു എസ്റ്റേറ്റ് പ്ലാനിങ് സർവീസസ്. അപ്പോൾ അങ്ങനെ ഒരു സർവീസസ് ഉണ്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇല്ലെങ്കിൽ പല പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് അങ്ങ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രേസ്ഫുള്ളി ദേ ആർ ഏജിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ആ അസറ്റ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അനന്തരാവകാശികളിൽ അവരാഗ്രഹിക്കുന്നത് പോലെ, പിന്നെ അതിനകത്ത് ഫിലാന്ത്രോപ്പിയൊക്കെ ഉണ്ട്, അവരിലൊക്കെ എത്താം. ഇതെല്ലാം പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതിനുള്ള അത് മറ്റൊരു വിധത്തിലുള്ള പ്രൊഫഷൻസാണ് നമുക്ക് ആവശ്യം വരിക. അപ്പോൾ അവിടെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റും ഗൈഡ് ലൈൻസും എല്ലാം കൊടുക്കും. അവരുടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എക്സ്പെർട്ടൈസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വളരെ ഇൻറ്റഗ്രിറ്റിയോടും കൂടി ട്രാൻസ്പെറൻസിയോടും കൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ജേർണി അപ്പം അതാത് അറിയാവുന്ന ആൾക്കാരെ പലയിടത്തു നിന്നായിട്ട് എടുത്ത്, ചിലരെ നമ്മൾ സർവീസ് എടുക്കുന്നത് മുംബൈയിൽ നിന്നായിരിക്കും, ചെന്നൈയിൽ നിന്ന് സർവീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കേജസ് ആയിട്ടായിരിക്കും നമ്മുടെ ഡയറക്റ്റ് ക്ലയൻസിന് കിട്ടുന്നത്. അപ്പോൾ ക്ലയൻസുമായിട്ട് നമ്മുടെ ലൈഫ് ലൈൻ ലീഗൽ സർവീസസിനായിരിക്കും നല്ല ബന്ധം ഉണ്ടാകുക. അതിൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതായിരിക്കും. അതുപോലെ അതിനൊക്കെ ഡിജിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ റെക്കോർഡ്സിൻ്റെ മാനേജ്മെൻറ്റ് മെത്തേഡും അതിൻ്റെ സ്ട്രാറ്റജിയും അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരും ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലുണ്ടാകും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാടുണ്ട്, ഞാനിവിടെ പറയാത്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അത് പിന്നെ ഇൻട്രാക്ഷൻസിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു സർവീസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലോയേഴ്സിന് ഇതിൽ വരുമ്പോൾ ഓൾറെഡി ചെയ്ത് പരിചയമുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിന് ബന്ധപ്പെട്ട കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ ചില വർക്ക്ഷോപ്സ് വെബിനാർസ് എടുക്കാനും, ചില പാർട്ട്ണർഷിപ്പും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ ആൻ ഓൺലൈൻ ബുക്ക് കീപ്പിംഗ്, ഒരു അക്കൗണ്ടിങ് സർവീസസ്, പിന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO സർവീസസ്. കാരണം പല ഇൻഡസ്ട്രിക്കും ചിലപ്പോൾ 1 ഡേ സർവീസ് മതിയായിരിക്കും വർഷത്തിലൊരിക്കൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരാളെ നിയമിക്കേണ്ട, മിടുക്കരായിട്ടുള്ള CFOയെ, MBA ഫിനാൻസിന് ശേഷം ഒരുപാട് കമ്പനികളിൽ CFO ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരുടെ സർവീസസാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അങ്ങനെയുള്ള സർവീസുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടുത്തെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടി വിളിക്കും. അത് സംസാരിച്ച് പ്രൊഫൈലൊക്കെ കിട്ടി ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് വർക്ക് എടുക്കാം. അപ്പോൾ ടൈലർ മെയ്ഡ് അക്കൗണ്ടിങ് സൊല്യൂഷൻസ്, നമുക്ക് ടാക്സ് പ്രാക്ടീഷേഴ്സിനൊക്കെ ഇവിടെ സ്ഥാനമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് വളരെ സ്ഥാനമുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് അവരുടേതായ സ്ഥാനമുണ്ട്. ഇവരെല്ലാം നമ്മുടെ പാനലിലുണ്ടായിരിക്കും. ഏത് സർവീസാണ് കൊടുക്കേണ്ടത് അവരെ മാത്രം നമ്മുടെ ക്ലയൻറ്റിനെ ഏൽപ്പിച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചായിട്ട് ചില ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളെ, അപ്പോൾ ചില അക്കൗണ്ടിങ് സർവീസസിനെ, ചില കംപ്ലയൻസ് സർവീസസിനെ, ഇപ്പോൾ ടൈലേഡ് കോണ്ടൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് മാർക്കറ്റിംഗ് ആൻഡ് ഡെവലപ്പ് കോണ്ടൻറ്റ് അഡ്രസ്സിങ്, ഇൻഡസ്ട്രി സ്പെസിഫിക് അക്കൗണ്ടിങ്. അപ്പോൾ അവിടെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അപ്പോൾ ഈ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ നമുക്ക് ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും ഗൾഫിൽ നിന്നും ഒക്കെ നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പം കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരുപാട് എൻട്രപ്രനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊടുക്കുകയല്ല, അവരെ നിർത്തി അവർ ജെന്യുവിൻ ക്ലയൻസിനെ മാത്രമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻട്രപ്രനേഴ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കേസ് സ്റ്റഡീസ് ഷെയർ ചെയ്യാനും ഔട്ട്കം അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്താനും, അപ്പോൾ അതുപോലെ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് അവരുമായിട്ട് നിലനിർത്താനും, അതുപോലെ നമ്മുടെ പ്രൊഫഷണൽസ് ആണെങ്കിലും വളരെ ക്വാളിറ്റി വർക്ക് അവർക്ക് കിട്ടും, അവർക്ക് നല്ല ക്വാളിറ്റി വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ബാക്കി ഒരുപാട് ക്വിക്ക് ബുക്സ് പോലുള്ള അല്ലെങ്കിൽ സോഹോ ബുക്സ് പോലുള്ള സർവീസസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട്, പിന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാക്കേജും കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ റെഗുലറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർ നമുക്കിങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരുപാട് കാലത്ത് പ്രൊഫഷൻസുമായിട്ട് ചിലപ്പം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ആൾക്കാരും വരാം. അപ്പോൾ അവരെ 1-2 സർവീസ് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒന്നിച്ചു പോകാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് തീർച്ചയായിട്ടും നല്ല ബന്ധത്തിൽ തന്നെ ആയിരിക്കും പോകുന്നത്.
ഇനി അതുപോലെ മറ്റൊന്നായിരിക്കും പിന്നെ നമുക്കൊരു ഓഫർ ഓൺലൈൻ ടാക്സ് പ്രിപ്പറേഷൻ. നമ്മൾ പേഴ്സണൽ അപ്പോൾ ടാക്സ് പ്രിപ്പറേഷൻ മാത്രമല്ല, പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് സർവീസസ്. അതെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയായിട്ട് അവർക്കൊരു പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം, അവരുടെ അസറ്റ് ഏറ്റവും ഗ്രോത്ത് ഉള്ളവർക്ക് ഇടണം. അതുകൂടാതെ ഒരു 65 വയസ്സ് മുതൽ 99 വയസ്സ് വരെയുള്ള അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് പാസീവ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കണം വളരെ കൃത്യമായിട്ടും. അത് ഓരോ വർഷം കഴിയുന്തോറും അത് പയ്യെ പയ്യെ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ എക്സ്പെർട്സിനെ വെച്ചുകൊണ്ട് നമുക്ക്. അപ്പോൾ അവിടെ ടാക്സ് സ്ട്രാറ്റജിയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള, അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ യോഗ്യരായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുമായിരിക്കും. വളരെ അപൂർവമായിരിക്കും ഞാൻ ഇരിക്കേണ്ടതായിട്ട് വരുന്നത്. എല്ലാ സർവീസും കിട്ടിയതിന് ശേഷമായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം എൻ്റെ സർവീസിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലയൻറ്റ് സെഗ്മെൻറ്റ്, അതേപോലെ തന്നെ പല പ്രൊഫഷണൽ സെഗ്മെൻറ്റ്, അപ്പോൾ അവരുടെ സർവീസസ് ആയിരിക്കും നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പാനലിലുള്ള ആൾക്കാരായിരിക്കും. ഒരു സൈഡിൽ നമ്മുടെ ക്ലയൻസ് ഉണ്ട്, മറ്റു സൈഡിൽ നമ്മുടെ പാനലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാനലിലുള്ള ആൾക്കാർ കോണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പൊട്ടൻഷ്യൽ ക്ലയൻസിനെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം, അവരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് വളരെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ടെസ്റ്റമോണിയൽസ് അവർക്ക് ഉണ്ടാകണം. അപ്പോൾ ഒരു എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നല്ല റോബസ്റ്റ് സെക്യൂരിറ്റിയിലായിരിക്കും നമ്മൾ. റെലവൻറ്റ് സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ടാക്സ് പ്രിപ്പറേഷനും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരിക്കും. ആക്യുറേറ്റ് ഫയലിങ്ങും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നടക്കുന്ന രീതിയിൽ. പിന്നെ അതിന് പറ്റിയ, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പുതിയ ആൾക്കാർ വരുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റ് ലീഡ്സും വെബിനാർസും പാർട്ട്ണർഷിപ്പും, അത് ഓരോരോ വെബിനാറും ഒക്കെ, പിന്നെ നമ്മൾ ചില സെമിനാറുകളും വർക്ക്ഷോപ്സും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റി പ്രൊഫഷണൽസുമായിട്ട് ചേർന്ന് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ടുള്ള കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമും നല്ല സർവീസും ഇതുവഴി നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലായിരിക്കും നമുക്കത് ചെയ്യാനുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ആയിരിക്കും അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടാകുക. പിന്നെ മറ്റൊരു ഏരിയ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വേണ്ട, ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കൺസൾട്ടൻസി എടുക്കണം. ആ ബിസിനസ് നമുക്ക് ചേർന്നതാണോ, കറക്റ്റ് സ്യൂട്ടബിൾ ആണോ എന്നറിയാനായിട്ട്. അങ്ങനെ നമ്മൾ സ്യൂട്ടബിളായി, അതിനൊരു മെത്തേഡുണ്ട്. 100 ബിസിനസ്സുകൾ സാധ്യതയുള്ള എഴുതി അതിനെ എലിമിനേഷൻ നടത്തി ഏറ്റവും ഫൈനസ്റ്റ് ബിസിനസ്, മോസ്റ്റ് സ്യൂട്ടബിൾ ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ച് ഒരു ചെറിയ കൺസൾട്ടൻസിയൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് ജെന്യുവനായിട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് നല്ല ക്ഷാമമുണ്ട്. അപ്പം ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പാനലിൽ ഉൾപ്പെടാനായിട്ട് മുന്നോട്ട് വരാം, ചെയ്ത വർക്കുമൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഒരുപാട് പേര് മാർക്കറ്റ് റിസർച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ ലൈഫ് ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച്, അതുപോലെ തന്നെ അത് മാർക്കറ്റ് റിസർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പം എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആന്ത്രപ്രണറുമായിട്ട് ഇരുന്ന് നമുക്കൊരു ഇതുണ്ടാക്കണം. അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻസി സർവീസസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കൺസൾട്ടൻസി സർവീസ് ആന്ത്രപ്രണർക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ബിസിനസ് പ്രൊപ്പോസൽ, മാർക്കറ്റ് റിസർച്ച്, ഈ പ്രോജക്റ്റ് പ്രിപ്പറേഷൻ, അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് പിച്ച് ഡെക്ക്. നമുക്ക് ഫണ്ടിങ് കിട്ടാനായിട്ട് ഏതൊരു സാധ്യത ഉണ്ടെങ്കിൽ ബാങ്ക് മുതൽ ഫണ്ടിങ്ങിനകത്ത് നമ്മളൊരു 100 മെത്തേഡുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഫണ്ടിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്, പിന്നീട് അതിൻ്റെ ഇ ലേണിംഗ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് അതെടുത്തു കഴിഞ്ഞാൽ ഫണ്ടിങ് മെത്തേഡ് പഠിക്കാം. ഫണ്ടിങ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഫണ്ട് കിട്ടുമല്ല. എന്നിട്ട് നമ്മൾ ഈ മാർക്കറ്റ് റിസർച്ച് കഴിഞ്ഞിട്ട് ഈ DPR ഉണ്ടാക്കി പിച്ച് ഡെക്കും തയ്യാറാക്കിയിട്ട് ഫണ്ട് കിട്ടാവുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം പ്രസൻറ്റ് ചെയ്ത് 20 പ്രസൻറ്റേഷന് ശേഷമാണ് ജെന്യുവിൻ പ്രസൻറ്റേഷൻ നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാ മിസ്റ്റേക്കും കറക്റ്റാണ്, ഒറ്റയടിക്ക് തീരുന്ന കാര്യമല്ല. അത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുമായിട്ട് നല്ല ബന്ധം വേണം. അപ്പോൾ നമുക്കൊരു സർട്ടൻ നമ്പർ വരെ മാത്രമേ നമുക്ക് ലൈഫ് ലൈനിൽ ചെയ്യാനായിട്ട് സമയം കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്ക് പാനലിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് ഏൽപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞ് ഇത് ചെയ്തതിന് ശേഷം അവരെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും വെച്ചാൽ ആദ്യമേ ഒരു എക്സിക്യൂട്ടീവ് സമ്മറി വരും. കമ്പനിയുടെ മിഷന്, കമ്പനിയുടെ ബാക്കിയുള്ള വിഷൻ എന്താണ്, ആരൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇൻഡസ്ട്രി നോളജ് എന്താണ്, സർവീസസ് എന്താണ്, കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കിട്ടണം. അപ്പോൾ ടീംസ് ആരൊക്കെയാണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്തൊക്കെയാണ്, ഇനി നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്,
ഇനി വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മാർക്കറ്റ് റിസർച്ച് ഉണ്ടോ, പ്രോജക്റ്റ് പ്ലാനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ, പിച്ച് ഡെക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അപ്പം അതിനുള്ള കൺസൾട്ടിങ് സർവീസ് എല്ലാം ഇതിനകത്ത് വരും. അപ്പം ഇത് ചെയ്തു കൊടുക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്കെല്ലാം നോക്കിയിട്ട് പാനലിൽ ഉൾപ്പെടുത്തും. അപ്പം നമ്മൾ തരുന്നതനുസരിച്ച്, നിങ്ങൾ ചെയ്തു തരുന്നതനുസരിച്ച് ആ ക്വാളിറ്റിക്ക് നമ്മൾ നിങ്ങൾക്ക് ഓരോ പിന്നെ എന്താണ് റേറ്റിംഗ് കൊടുക്കും. ആ റേറ്റിംഗ് വെച്ചിട്ടായിരിക്കും പിന്നീട് വീണ്ടും വരുന്നത്, വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ലൈഫ് ലൈനും ഒരു ഉത്തരവാദിത്വമുണ്ട്, ചെയ്തു തരുന്ന പ്രൊഫഷണൽസിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസിലെ ഞങ്ങളുടെ ക്ലയൻസിന് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ നമ്മളിലൂടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കും ഒരു ഉത്തരവാദിത്വ ബോധവും അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് മോഡൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വരണം. പിന്നെ ഈ പ്രൈസിങ് സ്ട്രാറ്റജി, ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ, പാക്കേജ് എല്ലാം വരണം. റവന്യൂ മോഡൽ വൃത്തിയായിട്ട് വരണം. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് ഫീസൊക്കെ ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ അല്ലെ നമുക്കൊരു എന്തൊക്കെയാണ് കണ്ടൻറ്റ് വരുന്നത്, ഒരു പെർഫോമൻസ് ബേസ്ഡ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്ലാനാണ് നമുക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ റിക്കറിങ് ആയിട്ടുള്ള റവന്യൂ സ്ട്രീമൊക്കെ അതിനകത്ത് വേണം. അപ്പം അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഏരിയാസ്, ഡിഫറൻഷിയേഷൻ, അതുപോലെ തന്നെ നമുക്കൊരു ക്വാളിറ്റി നെറ്റ്വർക്ക് വരണം. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി റിസർച്ച് അതിനകത്ത് ഉണ്ടാകണം. പിന്നെ അവരുമായിട്ട് നമ്മുടെ ക്ലയൻസുമായിട്ട് പാർട്ട്ണർ ചെയ്യണം. അത് അല്ലാതെ നമ്മുടെ പ്രൊഫഷണൽസുമായിട്ട്. ഇവിടെ രണ്ട് കൂട്ടരുണ്ട്, ഒരു സൈഡിൽ ക്ലയൻറ്റ്, വേറൊരു സൈഡിൽ നമ്മുടെ പ്രൊഫഷണൽസ്. അപ്പോൾ അവർ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ലൈഫ് ലൈൻ നിൽക്കുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലൈൻ തന്നെ ചെയ്തു തരാനായിട്ട് പറ്റും. പക്ഷേ ചെയ്തു കൊടുക്കുന്ന ഓരോന്നും നമ്മളൊന്ന് സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടും ഉദ്ദേശമാണ് നടപ്പിലാകുന്നത്, അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു പിന്നെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ തന്നെ ആയിരിക്കും വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഡാറ്റ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരിക്കും, മെഷേഴ്സ് വളരെ ഇതായിരിക്കും, നമുക്കവിടെ പ്രൈവസി റെഗുലേഷൻസ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആഡിക്വേറ്റ് ആയിട്ടുള്ള ബന്ധവും കോൺട്രിബ്യൂഷനും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും ക്വാളിറ്റി കൺട്രോളും പിന്നീട് ഉള്ള സർവീസസും ഒക്കെ ഇതുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇതിനകത്തൊരു പ്രൈവസി ഉണ്ടാകണം. ഡേറ്റ നമ്മൾ ചെയ്തതൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല, കോമ്പറ്റീറ്റീവ് ബിസിനസ്സിലേക്ക് പോകാൻ പാടില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താനുണ്ട്. അപ്പോൾ ഡെവലപ്പ് ഇൻഡ്യൂറ്റീവ് യൂസർ ഇൻ്റർഫേസ് ആൻഡ് പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഓപ്റ്റിമൈസേഷൻ, ഇൻഫർമേഷൻ കണ്ടൻറ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ, ഇത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു മീറ്റിംഗ് എടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് പെൻഡിങ് വർക്ക് വന്നേക്കുന്ന ആൾക്കാരുടെ ക്ലയൻറ്റിൻ്റെ വർക്ക് ഏൽപ്പിക്കാം. അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റൊന്ന് വളരെ അത്യാവശ്യമുള്ളതാണ്, ഓഫർ ഓൺലൈൻ ബിസിനസ് കൺസൾട്ടിങ് ഓർ അഡ്വൈസറി സർവീസസ്. അവിടെ നമുക്ക് ഈ ബിസിനസ്സിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ക്വസ്റ്റ്യനെയർ ആയിട്ടുണ്ട്. അതെല്ലാം തന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ഡയഗ്നോസിസ് ചെയ്ത് അവരുടെ ഒരു ഫൈനാൻഷ്യൽ ഡാഷ്ബോർഡ് കണ്ടുകൊണ്ട് തന്നെ എങ്ങനെ അവരെ നാവിഗേറ്റ് ചെയ്യണം, ഇന്നത് ചെയ്യണം. ചില അഡീഷണലായിട്ട് നമ്മൾ റവന്യൂവിനുള്ള മാർക്ക് കണ്ടുപിടിക്കണം, ചില മാർക്കറ്റിംഗ് ചാനൽസ് ഓപ്പറേറ്റ് ചെയ്യണം, ചിലയിടത്ത് നമ്മൾ പാർട്ട്നേഴ്സിനെ ചേർക്കണം, ചില വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ അപ്പോൾ ഇതൊക്കെ ഡാറ്റ കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണ് ഇതിന് നമുക്ക് ഈ ചാലഞ്ചസ് കണ്ടുപിടിച്ചിട്ട് അപ്പം പിന്നെ അതൊക്കെ ഈ ബിസിനസ്സുകൾക്ക് നല്ല സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് നിലനിർത്താൻ പറ്റണം, ഒരുപാട് പേരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് എക്സ്പാൻഷൻ, ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ വേണ്ടി വരും, വെർട്ടിക്കൽ എക്സ്പാൻഷൻ വേണ്ടി വരും. അപ്പോൾ ഈ ബിസിനസ്സിന് നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്യുന്ന MSME ആണ്. അപ്പോൾ MSMEക്ക് സർവീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ പ്രൊഫഷണൽസ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവരുമായിട്ട് നമ്മളൊരു മീറ്റിങ്ങും ടോക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ എംപാനൽ ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ സർവീസ് വേണ്ട ആൾക്കാർ, നമ്മുടെ ലൈഫ് ലൈൻ്റെ സ്റ്റുഡൻസ് ഉള്ള ആൾക്കാർ നേരത്തെ എന്താണ് വേണ്ടത്, അപ്പോൾ ഇതിനെല്ലാം ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാവും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർവീസസ് ആണ് നമ്മൾ, അതിനുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത്. ഓക്കെ, അവിടെ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിലെ ചാലഞ്ചസ് കണ്ടെത്തി, അതുപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, റെഗുലേറ്ററി കംപ്ലയൻസസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ പ്രൊഫഷണൽ ഓൺലൈൻ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വരുത്തണം. ഇങ്ങനെ നമുക്ക് ഡിജിറ്റൽ പ്രസൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ
അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ഓൺ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ഇത് വേണ്ടി വരും. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഡ്രസ്സിങ് ഇൻഡസ്ട്രി സ്പെസിഫിക് ഇഷ്യൂസ്. അതേപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഹോട്ട് വെബിനാർസ് ഇല്ലെങ്കിൽ ഗസ്റ്റ് ബ്ലോഗിങ്, അതും അല്ലെങ്കിൽ നമുക്ക് വെബിനാർസ് ഇല്ലെങ്കിൽ വർക്ക്ഷോപ്സ്, പിന്നെ ചില ഓൺ ഡിമാൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ടൈലർ മെയ്ഡ് സർവീസസ് കൊടുക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പിന്നെ പല അഡ്വർടൈസിങ് മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കണം. പൊട്ടൻഷ്യൽ ക്ലയൻറ്റിന് അത്യാവശ്യമുള്ള റിസോഴ്സസ് കൊടുക്കാനായിട്ട് ഗൈഡൻസ്, ചില ടെംപ്ലേറ്റ്സ്, ടൂൾ കിറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇവിടെ ഈ പിന്നെ നമ്മൾ ഓൾറെഡി ലൈഫ് ലൈനുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരെയാണ് പലപ്പോഴും നമ്മൾ ഈ പ്രൊഫഷണൽസിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റും ക്വാളിറ്റി ആയിരിക്കും, പ്രൊഫഷണൽസിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ വരുന്ന ആൾക്കാർക്കൊരു ചിലപ്പോൾ സ്വല്പ താമസമൊക്കെ വരും, ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടാവുന്ന, നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന വർക്കല്ലാതെ ഒരുപാട് വർക്ക് കിട്ടാവുന്ന ഒരു വേദിയും കൂടെയാണ്. അതേപോലെ മറ്റൊരു സർവീസാണ് നമുക്ക് ഈ ഓൺലൈൻ സപ്പോർട്ട് സർവീസസ് ഫോർ ബിസിനസ്സിന് ഒരുപാട് സർവീസസ് ആവശ്യമുണ്ട്. അവിടെ കസ്റ്റമർ സർവീസ് സ്ട്രാറ്റജി ആകാം, ഇനി ഓംനി ചാനൽ ഇംപ്ലിമെൻറ്റേഷൻ, എല്ലാ ചാനലും ഇംപ്ലിമെൻറ്റേഷൻ ആകാം, സപ്പോർട്ട് സർവീസസ് ആകാം, ട്രെയിനിങ് ആകാം, ഇല്ലെങ്കിൽ പ്രൊമോഷൻസ് ആകാം, പ്രൈസിങ് ആകാം, അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് എഫിഷ്യൻറ്റ് പ്രോബ്ലം സോൾവിങ്ങിനായിരിക്കാം. പിന്നെ വളരെ ക്ലിയർ എക്സ്പെക്റ്റേഷൻ പുലർത്തിക്കൊണ്ട് വരുന്ന നമ്മളുടെ ക്ലയൻറ്റിന് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാനലിൽ നിൽക്കുകയാണെങ്കിൽ പല ഇഷ്യൂസ് നമുക്ക് ചെയ്തു കൊടുക്കാം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരെയാണ്, നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ ആവശ്യമാണ്. അപ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, അപ്പോൾ പോസിറ്റീവ് റിവ്യൂ ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ വരുന്ന പ്രൊഫഷണൽസിൻ്റെ ഡീറ്റെയിൽസും ഈ ക്ലയൻറ്റ് ഡീറ്റെയിൽസും ഒക്കെ അബ്സല്യൂട്ട്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പോൾ വൺ സൈഡിൽ നമുക്കിവിടെ ക്ലയൻറ്റ് വരുന്നു, ഓൾറെഡി ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടോ, ഓൾറെഡി 1.5 ലക്ഷം സ്റ്റുഡൻസ് എനിക്ക് തന്നെയുണ്ട്. പിന്നെ അതർ സൈഡിൽ നമുക്ക് വരുന്നത് ഈ പ്രൊഫഷണൽസാണ്. ചിലരെ കേരളത്തിൽ കിട്ടും, ചിലരെ കേരളത്തിൽ കിട്ടത്തില്ല, ചിലരെ മുംബൈയിലും ചെന്നൈയിലും ഡൽഹിയിലും ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അവരെ കിട്ടുമ്പോഴും നമ്മൾ ഒരു ഉറപ്പ് വരുത്തുന്ന എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും നമ്മൾ തരുന്നത്. അപ്പം ലൈഫ് ലൈൻ്റെ ഭാഗത്ത് ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരണം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദഗ്ധർ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സർവീസസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറയാത്ത ഒരുപാട് പ്രൊഫഷനും ഉണ്ട്. എന്താണെങ്കിലും ബിസിനസ്സുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സർവീസ് മേഖലയിലും നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. ബിസിനസ്സിൽ നേരിടുന്ന എല്ലാ പെർപ്ലക്സിറ്റി, ഓൾ ഡിഫിക്കൽറ്റീസ്, അതിന് വേണ്ടുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊഫഷൻസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു മേഖലയാണ് നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഷെയർ മാർക്കറ്റൊക്കെ ഭയങ്കര ഹൈലി ഗ്രോത്ത് ഉള്ള ഏരിയയാണ്. പക്ഷേ നമുക്ക് സ്മോൾ സേവിങ്സ് ഉള്ള ആൾക്കാർക്കൊന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം അതിന് എക്സ്പേർട്ടായിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ വളരെ ജെന്യുവിനായിട്ട് കോച്ചിങ് ആൻഡ് അഡ്വൈസസ് കൊടുക്കുന്ന എക്സ്പേർട്സിന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളുമായിട്ട് പാനലിൽ ഉൾപ്പെട്ടു വെക്കാം. ഞങ്ങളുടെ ക്ലയൻറ്റ് 1-to-1 ഒരു 1-to-a സ്മോൾ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ആൾക്കാരെ ചെയ്ത് ആ കേസ് സ്റ്റഡീസും റിസൾട്ടും അനുസരിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് കൊടുക്കാം. ഓൾറെഡി തന്നെ സർവീസ് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. എങ്കിലും നന്നായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെല്ലാം നല്ല ബിസിയാണ്. അപ്പോൾ അതോടൊപ്പം ഈ പുതിയ ആൾക്കാർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അപ്പം നമുക്ക് നല്ല ഷെയർസ് നല്ല ലാഭത്തിലെടുക്കാവുന്ന സർവീസസ്. അതേപോലെ തന്നെ മറ്റൊരു സർവീസ് നമുക്ക് റിയൽ എസ്റ്റേറ്റിനകത്ത് ചെറിയ പ്രോപ്പർട്ടിയിലാണെങ്കിലും ഒരു ചെറിയ പാർട്ട്ണർഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, LLPക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 10, 20, 30 പേര് കൂട്ടിയിട്ട് അവരതിനകത്ത് റിയലി നേരിട്ടുള്ള പാർട്ണറായിരിക്കും. അപ്പം അതിനകത്ത് വാങ്ങുമ്പോഴും എല്ലാവരുടെയും പിന്നെ ഇതും വിൽക്കുമ്പോഴും വേണ്ട വിധത്തിലാണ് ചെയ്യുന്നതെന്നുള്ളത് മാത്രം നമ്മുടെ ലൈഫ് ലൈനും റിയൽ ലൈനും സൂപ്പർവൈസ് ചെയ്യും. പക്ഷേ വിൽക്കുമ്പോൾ
നിങ്ങൾക്കിപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് അപ്പോൾ അതെല്ലാം കാരണം നേരിട്ട് പിന്നെ ആ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ നേരിട്ട് പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് അതിനുള്ള രേഖകളെല്ലാം എല്ലാവരും സൈൻ ചെയ്തിട്ടായിരിക്കും വിൽക്കുക. അതനുസരിച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരികയും പിന്നെ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് അത് റീഇൻവെസ്റ്റ് ചെയ്യുകയും അപ്പോൾ ചിലപ്പോൾ 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചെറിയ ഗ്രൂപ്പ് അപ്പോൾ നമുക്കറിയാം ചെറിയ ഗ്രൂപ്പ് ഉള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ അവരെ ഗൈഡ് ചെയ്യും, ആ ഗ്രൂപ്പിനെ ഗൈഡ് ചെയ്യുകയാണ് നമ്മൾ ലൈഫ് ലൈനും റിയൽ ലൈനും ചെയ്യുന്നത്. നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അത് ചെയ്യുമല്ല, അതെങ്ങനെ ചെയ്യണമെന്നുള്ളതും പ്രോപ്പർട്ടി വരുന്നതും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഇത് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചെറിയ പ്രോപ്പർട്ടി കൊടുക്കാനുള്ളത് കാണുന്ന ആൾക്കാർക്കും ബന്ധപ്പെടാം. പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ആൾക്കാരെ ഒന്നിച്ചാക്കിയിട്ട് അപ്പോൾ കാശില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട് അപ്പോൾ അതിനെ നിങ്ങൾക്ക് അത് തിരിച്ച് വരുന്ന രീതിയിലുള്ള എഗ്രിമെൻ്റ്, ആ എഗ്രിമെൻ്റ് റൈറ്റിംഗ് ഒക്കെ നമ്മുടെ പാർട്ടായിരിക്കും. ബാക്കി കാര്യങ്ങൾ പിന്നെ നമ്മുടെ പ്രൊഫഷണൽസ് തന്നെ ചെയ്യുന്നതായിരിക്കും. ബട്ട് യു വിൽ ബി സെക്യൂർഡ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അതുപോലെ മറ്റൊരിതാണ് നമുക്ക് ഈ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഭയങ്കര ഗ്രോത്ത് സാധ്യതയുള്ള സ്റ്റാർട്ടപ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നോക്കാനായിട്ട് ഇവിടെ എക്സ്പേർട്സ് ഉണ്ട്, നോക്കിയതിന് ശേഷമായിരിക്കും. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കരുത്തുള്ള ഏഞ്ചലായിട്ട് പ്രവർത്തിക്കുക, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഏഞ്ചൽസായിട്ട് പ്രവർത്തിക്കാൻ പറ്റി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കുന്നു, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിന് തക്കതായ ഷെയർസ് അപ്പം തന്നെ കിട്ടുന്നു. ആ കമ്പനി വളരുന്നതനുസരിച്ച് നിങ്ങളുടെ ഷെയർസും വളരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ഒരു വേദിയിൽ ഒന്നിച്ച് ആക്കുന്നതിനും സംസാരിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സംവിധാനം. ചിലപ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം മാസങ്ങൾ എടുക്കുമായിരിക്കും അതിന് പറ്റിയ ഏറ്റവും പറ്റിയ, ഇല്ലെങ്കിൽ അതിന് നമുക്ക് ഏറെക്കുറെ ശരിയെന്ന് തോന്നുന്ന സ്റ്റാർട്ടപ്സ് മാത്രമായിരിക്കില്ല കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ബോത്ത് സ്റ്റാർട്ടപ്സും വരാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും വരാം. അവരെ നമ്മൾ ഒന്നിച്ച് കൂട്ടി കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ സംസാരിച്ചെല്ലാം ഒരു എക്സ്പേർട്ടിനെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ എക്സ്പേർട്ടിൻ്റെ ഫീസ് കൊടുക്കണം 2 കൂട്ടരും. എന്നിട്ട് നിങ്ങൾക്ക് തങ്ങളിൽ പരസ്പരം ചേരുന്നു എന്ന് ഉറപ്പ് വന്നാൽ യു ക്യാൻ ആക്ട് ആസ് എ ഏഞ്ചൽ ഇൻവെസ്റ്റർ. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 200% പ്രോഫിറ്റും വരാം ഇയർലി, ചിലപ്പം ലോസും വരാം. പക്ഷെ അത് വളരെ നോക്കിയെടുക്കുക എന്നുള്ളൊരു സംവിധാനം, അതുമൊക്കെ ഈ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഈ പ്രോപ്പർട്ടിക്കകത്തും വരുന്നുണ്ടാവും, അതുകൂടാതെ സ്റ്റാർട്ടപ്പ് ടെക്നോളജിക്കകത്തും വരുന്നുണ്ടാവും. പക്ഷെ വളരെ ട്രാൻസ്പെറൻസി വേണം ഇതിനകത്തൊക്കെ ചെയ്യുന്നതിനകത്ത്. വളരെ അക്കൗണ്ടിങ്ങും അത് ഓപ്പൺ ചെയ്തേക്കുന്നത് എല്ലാം എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരിക്കും. പിന്നെ തീരെ ചെറിയ എമൗണ്ട് എടുക്കാനെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ചേരുന്ന, കാരണം ഞാൻ പറയുന്നത് ഈ കൊച്ചു എമൗണ്ടുകളാണ് എപ്പോഴും ഒരുപാടുള്ളത്. അപ്പോൾ അവർക്കും കൂടെ വളരാനൊരു സാധ്യത വേണമല്ലോ. പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പലപ്പോഴും തലവേദന ഉണ്ടാക്കും ഇവർ. പക്ഷേ തലവേദന ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം 1-2 പ്രോജക്റ്റിൽ വരുമ്പോൾ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതിനകത്ത് ചേർക്കാൻ പറ്റാത്തവരെ പിന്നെ അടുത്ത പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താതെ പോകാം. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രസ്ഥാനം ചെയ്തത്. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള സംഭവമായിരിക്കും നമുക്ക് ഇത് ചെയ്യാനായിട്ട്. പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് സെക്യൂർഡായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതെല്ലാം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നവരുടെയും 2 കൂട്ടരുടെയും മ്യൂച്വലി ഉള്ള ഇതും നമുക്കിവിടെ നിന്ന് തരാൻ പറ്റുന്നൊരു പ്രൊഫഷണൽ സപ്പോർട്ട് മാത്രമാണ്. നിങ്ങൾ ചേർക്കാനായിട്ട് പറ്റുന്ന പലപ്പോഴും പല ക്ലാസ്സുകളിലും ശേഷമായിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾ ചേരുന്നത്. നേരത്തെ അറിയിപ്പുണ്ടാകും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന ദിവസം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പറ്റുന്ന എഡ്യൂക്കേഷണൽ റിസോഴ്സസും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനകത്തോട്ട് കയറാനായിട്ട്. അല്ലാതെ നമ്മൾ വേറൊരാൾ പറയുന്നതുകൊണ്ട് കയറാനായിട്ട് പാടില്ല. ഇത് ഏത് ചെയ്താലും നമ്മൾ ഇതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിട്ടായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവനും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വാങ്ങിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി മറ്റൊരു സാധ്യത, നമുക്ക് ഈ ഗ്രീൻ ടെക്നോളജിയിലൊരു കൺസൾട്ടൻസി സർവീസസ്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നിഷ് ഇൻഡസ്ട്രി സപ്പോർട്ടാണ്.
അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എൻവയറമെൻ്റൽ ഇമ്പാക്റ്റിനെ മാനുഫാക്ചറിങ്ങിനകത്തും കൺസ്ട്രക്ഷനകത്തും ട്രാൻസ്പോർട്ടിങ് അകത്തും ഒക്കെ വരും. ഗ്രീൻ ടെക്നോളജീനെ എങ്ങനെയൊക്കെ, റിന്യൂവബിൾ എനർജീനെ എങ്ങനെയൊക്കെ നമുക്ക്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, ഇങ്ങനെയുള്ള ഈ മേഖലയിൽ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള മേഖലയിൽ നമുക്ക് കൺസൾട്ടൻസി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് കൺസൾട്ടൻസി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇതിനകത്തോട്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൺസൾട്ടൻസി വേണ്ട നമ്മളുടെ സ്റ്റുഡൻസ് മറ്റൊരു സൈഡിൽ ചേരുന്നുണ്ടാവും. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ സർവീസ് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരും സർവീസ് വാങ്ങിക്കുന്ന ആൾക്കാരും നമ്മൾ കാണുന്നൊരു വേദിയാണ്. സൂമിലോ മറ്റേതിലൊക്കെ ചോദിച്ചേക്കുന്ന ആൾക്കാർ തമ്മിൽ കാണാനായിട്ടുള്ളൊരു വേദിയാണ്. പക്ഷേ സർവീസസ് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട്, ഗ്രീൻ സർവീസസ് പല വിധത്തിലുള്ള. അപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നവർ ബന്ധപ്പെടുക, വേണ്ട ആൾക്കാർ ബന്ധപ്പെടുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ എന്താണ് പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഓരോ സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള സംവിധാനം. അപ്പോൾ അത് ചില ആൾക്കാർ ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. ചിലപ്പോൾ അവരെ ഇതുവരെ ഓൾറെഡി ചെയ്തേക്കുന്ന വർക്കുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ വാട്ടർ ഹാർനസിങ്ങിൻ്റെതായിരിക്കാം നമുക്ക് വരുന്നത്. പിന്നെ ഗ്രീൻ ടെക്നോളജി ബിൽഡിങ്ങിന് വരുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സാനിറ്റേഷന് വേണ്ടുന്നതായിരിക്കാം, വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആയിരിക്കാം, സസ്റ്റൈനബിലിറ്റി ഓഡിറ്റ്, അസസ്മെൻറ്റ്. പിന്നെ നമുക്കിതെല്ലാം ചെയ്തതിന് ശേഷമുള്ള ഒരു പോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കാനായിട്ടൊരു പിന്നെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നമുക്ക് അതാത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ട് ഈ സർവീസ് കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. അതേപോലെ നമുക്ക് മറ്റൊരു സർവീസാണ് ഈ ഹോം റിനോവേഷൻ സർവീസസ്. അതൊരു പ്രോജക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് വിൽക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത് താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഒരു റിനോവേഷൻ കമ്പനിയായിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറച്ച് ക്ഷമയുണ്ടാകണം. നമ്മൾ വന്നിട്ട് എനിക്ക് ഇന്ന് കിട്ടിയില്ല, ഈ മാസം കിട്ടിയില്ല, 3 മാസമായി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ പുറകെ വരും. നമുക്ക് എല്ലാം ഒന്നിച്ചൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പം ഓൾറെഡി ഉള്ള പ്രൊഫഷൻസ് നമ്മൾ വർക്ക് കൊടുത്തേക്കുമായിരിക്കും. ചില അത് കണ്ടിട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന ചില റിനോവേഷൻ സർവീസ്, കിച്ചൺ, ബാത്റൂം, അപ്പോൾ ഹിസ്റ്റോറിക് ഒരു ഹോം റീസ്റ്റോറേഷൻ ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു സ്ട്രോങ് കോൺട്രാക്റ്റും സപ്ലൈ റിലേഷൻഷിപ്പൊക്കെ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർമിറ്റും ഇൻസ്പെക്ഷനും ക്വാളിറ്റി കൺട്രോളും എല്ലാം വരുത്തിക്കൊണ്ട് എല്ലാ ലീഗാലിറ്റിയും കംപ്ലൈ ചെയ്തുകൊണ്ട്, അപ്പോൾ ഇതിന് പറ്റുന്ന ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ബന്ധപ്പെടുക, സർവീസ് വേണ്ടതുള്ള ആൾക്കാർ ബന്ധപ്പെടുക. ഇവർ രണ്ടുപേരെയും വെച്ചുകൊണ്ട് പിന്നെ ഇതിന് ചിലപ്പോൾ മോഡലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഓൾറെഡി നിങ്ങൾ ചെയ്ത വർക്കുകൾ ഏൽപ്പിച്ച് അതിൽ കാണിക്കാം. അപ്പം ചില ആൾക്കാർക്ക് അതിൻ്റെ ഫിനാൻസ് വേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇതെല്ലാം കൊടുക്കുന്ന 2 കൂട്ടർ ഇവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഒന്നിച്ചിരുത്താനായിട്ടുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഒരു ഓഡിറ്റ് ഉണ്ടാവും, സർവീസ് ഏൽപ്പിച്ച് കൊടുത്ത സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നത്. ഈ മറ്റൊരു സർവീസ് സ്മാർട്ട് ഹോം ഇൻസ്റ്റലേഷൻ സർവീസസ്, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും. സ്മാർട്ട് ഹോമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെൻറ്റ്സൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തും സർവീസ് ചെയ്തുമൊക്കെ നമുക്ക് പല വീടുകളും സ്മാർട്ട് ഹോമാക്കി മാറ്റി കൊടുക്കുക. അപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകാരും പ്രൊഫഷണൽസും അതുപോലെ തന്നെ ഇത് അത്യാവശ്യം സർവീസ് വേണ്ടുന്ന ആൾക്കാരും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പീരിയോഡിക്കലായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ സർവീസസ് ആണ് വേണ്ട അവരെ ഒന്നിപ്പിക്കും. വീണ്ടും പീരിയോഡിക്കലായിട്ട് നമ്മൾ ഈ സർവീസസ് നടന്നുകൊണ്ടിരിക്കും. അത് വേണ്ട ആൾക്കാരെ നമ്മൾ ഒന്നിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഉണ്ടാകും, സപ്ലൈസ് ഉണ്ടാകും, ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ടാകും. ഇതിൽ നിന്ന് ഒരുപാട് ബിസിനസ്സുകൾ പൊട്ടിപ്പുറപ്പെടും. അപ്പം പക്ഷേ ഒരു കാര്യത്തിനകത്ത് എല്ലാത്തിലും പറയാനുള്ളത് ബയർ വിവെയർ എന്ന് പറഞ്ഞതുപോലെ പ്രൊഫഷണൽസിന് നിങ്ങളുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ സർവീസ് കൊടുക്കുക. അതായത് കടം കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ഗതികേട് വരണ്ട. പക്ഷേ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീടുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മളെ അറിയിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ സർവീസ് കൊടുക്കുന്ന പ്രൊഫഷണൽസ് ക്വാളിറ്റി സർവീസാണോ കൊടുത്തത്, അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ എടുക്കുന്ന ക്ലയൻസ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ടിയിട്ടൊരു മാർക്കൊക്കെ ഇടുന്നുണ്ടായിരിക്കും. അപ്പം അതനുസരിച്ച് അവരുടെ ഫീഡ്ബാക്കൊക്കെ നമ്മളിവിടെ ശേഖരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ കരുതിയിരിക്കും. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇനിയും ഉണ്ടല്ലോ, ഒരുപാട് പേര് സർവീസ് വേണ്ടവരുണ്ടല്ലോ. ഓക്കെ,
അപ്പം പിന്നെ ചില വർക്ക് ചെയ്യുന്ന ചില ലൈസൻസസ് വേണ്ടി വരും. ചില കൺസ്ട്രക്ഷൻ മേഖലയിൽ, ഇൻക്ലൂഡിങ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് പല പിന്നെ സുരക്ഷിതത്വമൊക്കെ വേണ്ടി വരും. ചില എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും. ചില ലീസിങ് സർവീസസ് വേണ്ടി വരും. ചില ഇൻസ്റ്റലേഷൻ വേണ്ടി വരും. ചിലപ്പോൾ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് നമുക്ക് വേണ്ടി വരും. ഹോം ടെക്നോളജി വേണ്ടി വരും. പിന്നെ ചില റെഫറൽ സിസ്റ്റം ഉണ്ടാകും നമുക്കവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനായിട്ട് മെയിൻ്റനൻസ്, പിന്നെ പാക്കിംഗ് ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്നതിനും ക്വാളിറ്റി ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞ് 100% ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടാവുന്ന, കേരളത്തിൽ കിട്ടാവുന്ന സ്പെഷ്യലിസ്റ്റുകളിലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. പുറത്തുനിന്നുള്ള ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അത് സർവീസ് എടുക്കുന്നവരെ ഉറപ്പ് വരുത്തുക. അപ്പം നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട് പുറത്തുനിന്ന് ഇവിടുന്ന് കിട്ടുന്നവരെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം ഏതാണ് അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ശ്രമിക്കുക. അതേപോലെ മറ്റൊരു മേഖലയാണ് നമ്മൾ ഒരു മൊബൈൽ ആപ്പ്. പ്രധാനമായിട്ടും നമുക്ക് മെഡിറ്റേഷൻസ്, ഓരോ സമയത്തും നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധ മെഡിറ്റേഷൻസാണ്. അപ്പം നമുക്ക് ഓരോ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായിട്ടും അഫർമേഷൻസ് ആയിട്ടും വിഷ്വലൈസേഷനായിട്ടും നമ്മുടെ ഓരോ വിജയങ്ങൾക്കും ഇല്ല പ്രശ്നങ്ങൾക്കും ഒക്കെ ഹെൽത്തിനും ഒക്കെ ആയിട്ടുള്ള ഓരോ മെഡിറ്റേഷൻസാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻസ് ഇതേ രീതിയിൽ ഉണ്ടാക്കി കീപ്പ് ചെയ്ത്, അപ്പം അവിടെ നല്ലപോലെ ചിലപ്പോൾ മെഡിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ കാണും, ആപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ കാണും. യു ക്യാൻ കോൺടാക്ട് അസ്. ഇതിൽ കാണുന്ന നമ്പറിൽ നല്ല ആപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നല്ല മെഡിറ്റേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കുക. ചില ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ചില മൈൻഡ്ഫുൾനെസ്, ചില റിലീഫ് കൊടുക്കാനായിട്ട് ഒക്കെ പറ്റുന്ന ആൾക്കാർ, ചിലപ്പോൾ ഓഫർ ഗൈഡഡ് മെഡിറ്റേഷൻ, ചിലപ്പോൾ അത് ക്ലയൻറ്റ് 1 to 1 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ ചില സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ സൈക്കാട്രിക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ ജസ്റ്റ് ഉപദേശങ്ങൾ മാത്രം എടുക്കേണ്ട ആൾക്കാർ കാണും. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ബന്ധപ്പെടാം. നിങ്ങൾ ഈ എന്താണ് ഇതിനെക്കുറിച്ച് ഒരു മേഖലയിൽ നിങ്ങൾ എക്സ്പേർട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പേർട്ടുകളെയാണ് വേണ്ടത്, പ്രൊഫഷണൽസിനെയാണ് വേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെ നമ്മൾ എടുക്കുകയും അതിന് പറ്റിയ യൂസേഴ്സിനെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരെ ഇത് വന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന കോച്ചിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നവരും ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുന്നവരും ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ സ്റ്റുഡൻസ് നമ്മളുടെ കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നവർ, പിന്നെ ചില സർവീസൊക്കെ ലൈഫ് ലൈൻ തന്നെ കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ പുറമെ കുറച്ചുകൂടെ ഒരു പ്രീമിയമായിട്ട് കൊടുക്കാൻ പറ്റുന്നവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് ലൈനിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ബന്ധപ്പെടാം. വേണ്ട ആൾക്കാരും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രണ്ടുപേരെ കൂടെ കൂട്ടി യോജിപ്പിക്കാനും നിങ്ങൾക്ക് ബെറ്റർ സർവീസ് കിട്ടാനും, കാരണം ഇവിടെ നമ്മൾ ചെയ്താൽ തീരില്ല. ഇങ്ങനെയാണ് ഈ ഒരു സർവീസസ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സർവീസ് വേണ്ട ആൾക്കാർ ലൈഫ് ലൈനെ തീർച്ചയായിട്ടും ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ച തോറും 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് വേണ്ട ആൾക്കാർ നമ്മൾ ഒന്നിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എല്ലാ ഞായറാഴ്ചയും 7 മണി മുതൽ 8 മണി വരെ ഞാനുണ്ടാവും. മിക്കവാറും ഇനി എൻ്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഡോക്ടർ പി പി വിജയൻ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ, ഓപ്പൺ ചാനലാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കയറാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ കയറുകയും പിന്നെ 8 മണിക്ക് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ രണ്ടു കൂട്ടരെയും കൂട്ടിമുട്ടിക്കുന്നത്. സർവീസ് വേണ്ടവരെയും സർവീസസ് കൊടുക്കുന്ന പ്രൊഫഷണൽസിനെയും കൂട്ടിമുട്ടിക്കുന്നത്. അപ്പോൾ എപ്പോഴും പ്രൊഫഷണൽസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് തന്ന് ബോധ്യപ്പെട്ട പ്രൊഫഷണൽസിനെ ആയിരിക്കും നമ്മൾ ഇട്ടേക്കുന്നത്. അതേപോലെ ആവശ്യമുള്ള ആൾക്കാരെയും, പിന്നെ ഈ സർവീസസ് ആവശ്യമുള്ള ആൾക്കാരെയും ഞായറാഴ്ച 8 മണിക്ക് ശേഷം ഇരിക്കാനായിട്ടും അവർ നമ്മളിൽ മീറ്റ് ചെയ്യാനുമുള്ള സംവിധാനം ഉണ്ടാവും. അപ്പം ചില ഈ പ്രൊഫഷണൽസ് വന്നിങ്ങനെ വേദിയിൽ വരുന്നത് ഇഷ്ടമായിരിക്കത്തില്ല. കുഴപ്പമില്ല, ഡീറ്റെയിൽസ് തന്നാൽ മതി, മീറ്റിങ്ങിൽ വരണമെന്നില്ല. അപ്പം പ്രത്യേകിച്ച് വളരെ എക്സ്പേർട്ടായിട്ടുള്ളത് കാണും. അപ്പോൾ ഇവിടെ താഴെ പറയാൻ പോകുന്ന ഓരോ സർവീസസും, അപ്പോൾ ഞാൻ സർവീസസ് എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന താഴെ കാണുന്ന ഇല്ലെങ്കിൽ ഇതോടുകൂടി കാണുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നിങ്ങൾക്കൊരു സർവീസ് ഇവിടെ നിന്ന് കിട്ടാനും, അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റിയ ക്ലയൻസിനെ കിട്ടുന്നതും, ഓൾറെഡി ലൈഫ് ലൈൻ്റെ ക്ലയൻസും വ്യൂവേഴ്സും ഒക്കെ ആയിട്ടുള്ളവർ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. അപ്പം ചില സർവീസസ്, ചില അഡ്വൈസസ്, ചില കൺസൾട്ടിങ് കിട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും.
അപ്പോൾ ബിസിനസ്സിനാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും എല്ലാ കേസിലും നിങ്ങൾക്ക് ഇതിൽ നോക്കാം. ഇപ്പോൾ സൈക്കോളജി കൗൺസിലിംഗ് എല്ലാം എവറിത്തിങ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതിൽ നോക്കുക, നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അപ്പം നമ്മുടെ പ്രൊഫഷണൽസ് ഇതിൻ്റെ ഫീസുകൾ കളക്ട് ചെയ്യാനൊക്കെ നേരിട്ട് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യുന്നതും അപ്പോൾ അവിടെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ലൈഫ് ലൈനിൽ നിന്ന് വന്നവരാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അപ്പോൾ ക്ലയൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് തരാം. അപ്പോൾ അതുപോലെ ക്ലയൻറ്റിനും ഒരു ഫീഡ്ബാക്ക് തരാം. ഓക്കെ. അപ്പം ഒരു ക്ലയൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇത് കണക്ട് ചെയ്ത് കിട്ടിയ തന്ന ആൾക്കാരെ ഒന്ന് ബന്ധപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ തുടർച്ചയായിട്ട് നമുക്ക് ഈ സർവീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാ മോഡുകളിലും നിങ്ങൾ അടുത്ത കൊടുത്തിരിക്കുന്ന സർവീസസിലെല്ലാം ഒന്ന് പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് ആണോ എന്ന് നോക്കാം. ഓൾ ദി ബെസ്റ്റ്.